യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇപ്പോൾ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലേക്കാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ട് അവന്റെ ആ ഒരു വിശ്വാസ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവൻ യാത്ര ചെയ്യുന്നത് ക്രിസ്തുവിന്റെ ആ പ്രായത്തിന്റെ തികവിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ വളർച്ച ഒരു ആത്മീയന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വീണ്ടും ജനിച്ച ആള് തൻ്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് തൻ്റെ ഉള്ളിൽ കർത്താവിന്റെ ആത്മാവിനെ ദൈവം നൽകപ്പെട്ട് അവന്റെ ഉള്ളിൽ ഒരു പുതിയ മനുഷ്യൻ ഉരുവായി വരുന്നുണ്ട്. ആ പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ ലൈക്നെസ്സിലേക്കാണ്, ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലേക്കാണ് ആ മനുഷ്യൻ ഉരുവായി വരുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ ഉരുവായി വരുന്ന ആ ഒരു പ്രോസസ്സാണ് ആത്മീയ വളർച്ച, അകത്ത മനുഷ്യന്റെ വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ വളർന്നു വരുന്നതിനനുസരിച്ച് ഈ പുറം മനുഷ്യൻ, പാപപ്രകൃതമുള്ള പുറം മനുഷ്യൻ, നമ്മുടെ പാപത്തിന്റെ ശക്തിയുള്ള, പാപം വസിക്കുന്ന ഈ പാപത്തിന്റെ സ്വാധീനമുള്ള പുറം മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കും. ഈ അകം മനുഷ്യന്റെ വളർച്ച, ആത്മീയ മനുഷ്യന്റെ വളർച്ചയെ പറ്റിയാണ്, ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ ആത്മീയ വളർച്ചയെ ഒരു ചെടിയുടെ വളർച്ചയായിട്ട് കാണാം. ഒരു ചെടി വളരുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് കാണാം. മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല എന്ന് ബ്രദർ പറഞ്ഞു. നമ്മൾ ഒന്നും ഇപ്പം ക്രിസ്തുവിനെ പോയിട്ട് നമുക്ക് അത്യാവശ്യം ഒന്ന് നന്നായി നമ്മുടെ എല്ലാ പാപ സ്വഭാവങ്ങളൊന്നും മാറ്റി നന്നായി ജീവിക്കാൻ പോലും നമ്മളെ കൊണ്ട് സ്വയമേ കഴിയത്തില്ല. പക്ഷേ സുവിശേഷത്തിന്റെ കേൾവിയാൽ നമ്മളിൽ ഒരു നന്മ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിൽ നന്മ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ക്രിസ്തു നമ്മളിലില്ലേ? അതൊരു നന്മയല്ലേ? അതൊരു വലിയ സോഴ്സ് അല്ലേ? നമ്മുടെ ജഡത്തിൽ നന്മയൊന്നും വസിക്കുന്നില്ല, പക്ഷെ ആത്മാവിൽ എന്തുണ്ട്? ഒരു നന്മയുണ്ട്. അത് ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിനെ തന്നെയാണ്. പിന്നെ അവൻ ജീവിക്കുന്നതും നന്നാവുന്നതും എല്ലാം ഈ ക്രിസ്തു എന്ന നന്മയിൽ, ധനത്തിൽ വേരൂന്നിയാണ് അവൻ ജീവിക്കുന്നത്. ഇപ്പൊ ഈ ഒരു വളർച്ചയെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ആത്മീയ വളർച്ച ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒരു ചെടിയുടെ വളർച്ചയായിട്ട് നമുക്ക്, ഒരു സസ്യത്തിന്റെ അല്ലെ ഒരു വൃക്ഷത്തിന്റെ വളർച്ചയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിലും ക്രിസ്തുവിനെ നമുക്കൊരു ചെടിച്ചട്ടിയായിട്ട് കാണാം. ഞാൻ ക്രിസ്തുവിൽ എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ക്രിസ്തുവിനെ നമുക്കൊരു ചെടിച്ചട്ടിയായിട്ട് കണ്ടിട്ട് നമ്മളെ ഒരു ചെടിയായിട്ട് കാണാം. ഈ ചെടി എവിടെ നടുകയാണ്? ക്രിസ്തുവിൽ, ഈ ക്രിസ്തുവാകുന്ന ചെടിച്ചട്ടിയിൽ നടുകയാണ്. അതുവരെയും അത് നിന്നിരുന്നത് താഴെ നിലത്തിലായിരുന്നു. അപ്പോൾ അതുവരെ അതൊരു മരുഭൂമിയിലായിരുന്നു വെച്ചോ. മരുഭൂമിയുടെ പ്രത്യേകത എന്താണ്? അത് വെള്ളമില്ല, വളരാൻ പറ്റിയ ഒരു സാഹചര്യവും അതിനില്ല. ഇതുപോലാണ് നമ്മളുടെ ജഡത്തില് ദൈവത്തിന്റെ നീതിക്കൊത്തവണ്ണം, പ്രസാദകരമാകും തക്കവണ്ണം ജീവിക്കാനുള്ള ഒരു സോഴ്സും ഒരു നന്മയും നമ്മുടെ ജഡത്തിലില്ല. അതായത് ദൈവത്തിന് യോഗ്യമാവണ്ണം ജീവിക്കാനുള്ള ഒരു നന്മയും നമ്മുടെ ജഡത്തിലില്ല. നമ്മൾ മരുഭൂമിയുടെ അവസ്ഥയാണ്. അപ്പോൾ ക്രിസ്തുവാകുന്ന ഈ ജീവൻ, ഈ ചെടിച്ചട്ടിയിലേക്ക് നമ്മളെ എന്ത് ചെയ്യാണ്? നടുകയാണ്. ഇപ്പോൾ നമ്മൾ എവിടെയാണ്? ക്രിസ്തുവിലാണ്, അല്ലെ? ഇനി നമ്മൾ ഈ ചെടി വളരുന്നത് എവിടെ നിന്നാണ് വളരുന്നത്? ഈ ചെടിച്ചട്ടിയിൽ വേരൂന്നിയാണ് വളരുന്നത്. ഈ ചെടിച്ചട്ടിയിൽ എന്തൊക്കെയുണ്ടോ അതാണ് ഈ ചെടിയെ എന്ത് ചെയ്യുന്നത്? ജീവിപ്പിക്കുന്നത്. ഇതിനെയാണ് ക്രിസ്തുവിൽ വേരൂന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്രിസ്തുവിൽ വേരൂന്നത് ഇങ്ങനെയാണ്. ക്രിസ്തുവിൽ വസിക്കുകയും ക്രിസ്തു തന്നെ ജീവനും ക്രിസ്തു തന്നെ റിസോഴ്സും ക്രിസ്തു തന്നെ ആശ്രയവുമാകുന്നതാണ് ക്രിസ്തുവിൽ വേരൂന്നുക എന്ന് പറഞ്ഞത്. കൊലോസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, ആകയാൽ 6 മുതലുള്ള വാക്യം, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. ഇവിടെ ഈ രക്ഷിക്കപ്പെട്ട ആൾക്കാരോടാണ് ഇത് പറയുന്നത്. യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. സ്വീകരിച്ച ആൾക്കാർ അവനെ സ്വീകരിച്ചതുപോലെ അവന്റെ കൂട്ടായ്മയിൽ ജീവിക്കാനാണ് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ ജീവിക്കുന്നതിനെ പറ്റി പറയുന്നത് 7 മുതലുള്ള വാക്യത്തിൽ പറയുന്നത്, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾ. അപ്പോൾ അവനിൽ വേരൂന്നി ആത്മീയ വർധന പ്രാപിക്കാനാണ് പറയുന്നത്. ഇത് ആരോടാണ് പറയുന്നത്? വിശ്വാസികളോടും ക്രിസ്തു യേശുവിനെ പ്രാപിച്ചവരോടും പറയുകയാണ്. ക്രിസ്തു യേശുവിന്റെ കൂട്ടായ്മയിൽ അവനിൽ വേരൂന്നി ജീവിക്കാനാണ് പറയുന്നത്. അപ്പോൾ അവനിൽ വേരൂന്നേണ്ട ആവശ്യം എല്ലാ വിശ്വാസികൾക്കും ഓരോ ദിവസവും നമ്മളെ തന്നെ ക്രിസ്തു യേശുവിൽ വിശ്വാസത്താൽ വേരൂന്നേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ ജഡത്തിൽ നോക്കുമ്പോൾ നമ്മൾ നന്മയൊന്നുമില്ല, നമുക്ക് നന്നാകാൻ കഴിയത്തില്ല. നമ്മൾ പ്രാർത്ഥിച്ചു നോക്കുന്നു, ഉപവസിച്ചു നോക്കുന്നു, നമ്മൾ ബൈബിൾ വായിച്ചു നോക്കുന്നു, മറിച്ചും തിരിച്ചും വായിച്ചു നോക്കുന്നു, എല്ലാ ദിവസവും ബൈബിൾ ഇത്ര സമയം വായിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. എന്നാൽ സുവിശേഷത്തിന്റെ കേൾവിയാൽ ക്രിസ്തുവിനെ ലഭിച്ചവർക്ക് ഈ ക്രിസ്തു എന്ന ധനം അവരുടെ ഉള്ളിലുണ്ട്. വിശ്വാസത്താൽ ക്രിസ്തുവിലേക്ക് നമ്മളെ തന്നെ വേരൂന്നിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആത്മീയ വർധന പ്രാപിക്കുന്നത്. ഈ 2 പത്രോസിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായം 3 മുതലുള്ള വാക്യം, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനമായി ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ നമുക്ക് വിലയേറിയതും
അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതുമഹത്തായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അപ്പോൾ ഈ ഡിവൈൻ ക്യാരക്ടറിന്, അതായത് ക്രിസ്തുവിന്റെ ശരീരത്തിന്, ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ നമുക്ക് എന്ത് തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്? സകല ജീവനും ഭക്തിക്കുമുള്ളത്, ക്രിസ്തുവിൽ ജീവിക്കാനുള്ളത്, ക്രിസ്തു ജീവനായിട്ടുള്ളത് എല്ലാം നമുക്ക് ക്രിസ്തു യേശുവിൽ ദൈവം നൽകിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നൽകിയിരിക്കുന്നു? ഈ ചെടിച്ചട്ടിയിലാണ് ഇതെല്ലാം നൽകിയിരിക്കുന്നത്. ക്രിസ്തു എന്ന ചെടിച്ചട്ടിയിലാണ് ഇതെല്ലാം നൽകിയിരിക്കുന്നത്. ഇതിനെപ്പറ്റി പലയിടങ്ങളിലും പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം അതിന്റെ 3-ാം അധ്യായം 8-ാമത്തെ വാക്യം, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനെ എനിക്ക് ജാതികളോട് ക്രിസ്തുയേശുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി കൃപ നൽകിയിരിക്കുന്നു. ഇപ്പോൾ പൗലോസ് പറയാണ്, ആരോട് പ്രസംഗിക്കും? സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോട്, അവിശ്വാസികളോട്, ഈ പാപിയെ ക്രിസ്തുവിന്റെ സദൃശത്തിലാക്കി മാറ്റുന്ന ദൈവത്തിന്റെ അപ്രമേയ ധനത്തെ പറ്റി പ്രസംഗിക്കാൻ കൃപ ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്രമേയ ധനം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് അൺസർച്ചബിൾ റിച്ചസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു മനുഷ്യനും അന്വേഷിക്കാൻ കഴിയാത്തതും ഒരു മനുഷ്യനും ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്തതുമായ ധനം, ദൈവീക ധനം, അത് പ്രസംഗിക്കാൻ എനിക്ക് ദൈവം കൃപ തന്നിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. വിശ്വാസത്താൽ ഈ ധനം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? സുവിശേഷത്തിന്റെ കേൾവിയാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ വിശ്വസിക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവർ അവരുടെ ഉള്ളിൽ പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ വലിയ ധനം ക്രിസ്തു യേശുവിൽ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു. അതുപോലെ തന്നെ എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തു യേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ. പലപ്പോഴും ആൾക്കാർ ഈ ധനത്തെ പറ്റി വലിയ ബോധവാന്മാരല്ല. ഡിപ്രവിറ്റിയെ പറ്റി എല്ലാവരും വലിയ ബോധവാന്മാരാണ്. ഞാൻ ഏഴയും പൊടിയാണ്, എനിക്ക് ഒന്നും കഴിയുന്നില്ല, എന്റെ ജഡത്തിൽ ഒന്നും വസിക്കുന്നില്ല എന്നൊക്കെ നമ്മളെല്ലാവരും പറയുന്നു. പക്ഷെ നമ്മൾ കർത്താവിനാൽ വീണ്ടും ജനിക്കപ്പെട്ടവരാണ്. നമ്മുടെ ഉള്ളിൽ അതിശ്രേഷ്ഠമായ ഒരു ധനം നമ്മുടെ ഉള്ളിൽ ക്രിസ്തു യേശുവിൽ നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ വിശ്വാസത്താൽ വേരൂന്നപ്പെടണം എന്നുള്ളതാണ്. അവന്റെ കൂട്ടായ്മയിൽ ജീവിക്കണം എന്നുള്ളതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ഉപദേശം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എഫേസ്യ ലേഖനം 1:3 അങ്ങനെ പറയുന്നു. അതുപോലെ തന്നെ കൊലോസ്യ ലേഖനം 2:3 വാക്യം, അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു, ഡീപ്പായിട്ട് ഗുപ്തമായി ഇരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ചെടിച്ചട്ടിയിൽ എന്തൊക്കെയുണ്ട്? ക്രിസ്തുവിന്റെ ധനം, ജ്ഞാനം, ശക്തി, അവന്റെ ജീവന്റെ നിറവ്, സ്നേഹം, എല്ലാം നല്ല രീതിയിൽ റിച്ചസ് ആയി ഇരിക്കുന്നു. നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഈ പ്രോട്ടീൻ റിച്ചസ് ആയിട്ടുള്ള ക്രൈസ്റ്റ് നമ്മുടെ ഉള്ളിൽ. അതുകൊണ്ടാണ് അവൻ നമ്മുടെ ജീവനാണെന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്നത് അവൻ മുഖാന്തരമാണ്. നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന, ഓരോ ദിവസവും ജീവിക്കുന്നത് അവനിൽ വേരൂന്നിയേ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ, ജീവൻ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ജീവൻ ഈ ചെടിച്ചട്ടിയിൽ അതിന്റെ റിസോഴ്സ് എല്ലാം ആയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ചെടിച്ചട്ടിയിൽ, അല്ലെങ്കിൽ ഞാൻ മുമ്പ് ചെടിച്ചട്ടി എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാൻ ചെടിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇതില് ക്രിസ്തുവെന്ന ഈ ചെടിച്ചട്ടിയിൽ ചെടിയാകുന്ന നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്താൽ വേരൂന്നപ്പെടണം എന്നുള്ളതാണ്. അങ്ങാലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? വളരാൻ കഴിയുകയുള്ളൂ. ഇനി എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിൽ വേരൂന്നപ്പെടുന്നത്? ഈ വേരൂന്നപ്പെടലാണ് ഇച്ചിരി പാടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം പറയുന്നത്, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. ഈ വേരൂന്നപ്പെടനെയാണ് ഈ കൂട്ടായ്മയിൽ നടപ്പാൻ പറയുന്നത്. അത് ഇൻ ക്രൈസ്റ്റ്, അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് സോ വാക്ക് ഇൻ ഹിം റൂട്ടഡ് ആൻഡ് ബിൽഡ് അപ്പ് ഇൻ ഹിം എന്നാണ് പറയുന്നത്. അതായത് അവനിൽ റൂട്ടഡ് ആയിട്ട് വളരുവാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ ഓരോ ദിവസവും വേരൂന്നിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? വളരാൻ കഴിയും. അല്ലെങ്കിൽ നമുക്കൊരു ഒരു കപടമായ ഒരു ക്രിസ്തീയ ജീവിതം കാഴ്ചവെക്കാൻ കഴിയും. പക്ഷെ അതിന്റെ ഫലങ്ങൾ ഒരിക്കലും ദൈവത്തിന് പ്രസാദകരമായിരിക്കില്ല. ഉദാഹരണം പറയാം, ഞങ്ങൾ പണ്ട് തമിഴ്നാട്ടിൽ പോകാൻ നേരം, തമിഴ്നാട്ടിലൊരു ഒരു മിഷൻ വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും ചേസങ്ങളുടെ കൂടെയാണ് പോയത്. അപ്പോൾ അവിടെ പോകാൻ നേരം ഞാനൊരു മുരിങ്ങമരം കണ്ടു. ഈ മരത്തില് നിറച്ച് മുരിങ്ങക്കായാണ്, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോ ഇവിടെ എല്ലാം മുരിങ്ങയുടെ കറികളൊക്കെ ആയിരിക്കും. ഇവിടെ ബലപുഷ്ടി, എന്താണ് ഇവിടുത്തെ മണ്ണിന്റെ ബലപുഷ്ടി, എത്ര മനോഹരം. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തെങ്കിലും ഒന്ന് നട്ടു കഴിഞ്ഞാൽ കിളിക്കാൻ എന്താ പാടാണ്, ഇതൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ഞാൻ എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അതിന്റെ വേരിലോട്ട് നോക്കിയപ്പോൾ അതൊരു സെപ്റ്റി ടാങ്കിനകത്തുനിന്നാണ് കിളിച്ചു വന്നിരിക്കുന്നത്. അത് കഴിക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ നോക്കിയത് ആ കറികൾക്കകത്ത് എങ്ങാനും മുരിങ്ങയ്ക്ക ഉണ്ടോന്നാണ് നോക്കിയത്. ഇതുപോലാണ് നമ്മളുടെ അവസ്ഥ. നമ്മൾ ജഡത്തിൽ വേരൂന്നി ദൈവത്തിന് ഫലം കായ്ക്കും. ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ സഭയുടെ വളർച്ച, ഭയങ്കര ഹംബിൾനെസ്, ഭയങ്കര ഹ്യൂമിലിറ്റി, ഭയങ്കര എന്ത് നല്ല മനുഷ്യൻ,
പക്ഷെ ദൈവം നോക്കുമ്പോൾ റൂട്ടഡ് എവിടാണ് റൂട്ടായിരിക്കുന്നത്? അതിന്റെ വേരെവിടാണ്? അവന്റെ ജഡത്തിലാണ്. ജഡത്തിൽ എന്താണ്? സ്വന്തം മഹത്വത്തിനായിട്ടാണ് താൻ ചെയ്യുന്നതല്ല, മറ്റുള്ളവരെയും നന്നായി വിളങ്ങാനും മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ശുശ്രൂഷകനായി ഇരിക്കാനും ലോകത്തിൽ ലോകപ്രകാരം ഒരു ഗ്ലോറി അച്ചീവ് ചെയ്യാനും എല്ലാമാണ് താൻ ഈ ഓടുന്നതല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ മുന്നിൽ ഇതൊന്നും എന്താകുന്നില്ല, നന്നതാകുന്നില്ല, ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. ദൈവം നോക്കുമ്പോൾ എല്ലാം വൃത്തികേടാണ്, ഈ മ്ലേച്ഛതയിൽ വേരൂന്നിയതാണ്. ദൈവത്തിന്റെ മുന്നിൽ ഇതൊന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല, നാറ്റം വമിക്കും. ഇതുപോലാണ് നമ്മുടെ ജഡത്തിൽ വേരൂന്നിയ ചില പ്രവൃത്തികൾ. മാത്രമല്ല ഇത് നിലനിൽക്കത്തുമില്ല. ക്രിസ്തുവിന്റെ ജീവനിൽ വേരൂന്നിയ പ്രവൃത്തികൾ മാത്രമേ ദൈവത്തിന് പ്രസാദകരമാകത്തുള്ളൂ. അതിന്റെ അടിസ്ഥാനം ക്രിസ്തുവിന്റെ സ്നേഹമായിരിക്കും, അവന്റെ ജീവനായിരിക്കും. അതിന് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഇനി ഇത് ഇങ്ങനെ ക്രിസ്തുവിൽ വേരൂന്നി ബലം കായ്ക്കാനാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഈ ഉപദേശം തന്നിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അവനിൽ വേരൂന്നി ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചു. അപ്പൊ ഉപദേശം എന്താണ് ചെയ്യുന്നത്? ക്രിസ്തുവിലേക്ക് ലിങ്ക് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാനും ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരങ്ങളും ഞങ്ങളെയും നിങ്ങളെയും ഒരുമിച്ച് ക്രിസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കുകയാണ്. അവന്റെ കൃപാദാനം ഇത്ര വലുതാണ് സഹോദര, അവന്റെ കൃപ വലുതാണ്, അവന്റെ ധനം വലുതാണ്. നിങ്ങൾ അവനിലേക്ക് വേരൂന്ന് നിങ്ങൾ ജീവിക്കും എന്ന് പറയുകയാണ് ചെയ്യുന്നത്, ഉപദേശിക്കുകയാണ്. ഉപദേശം എന്താണ് ചെയ്യുന്നത്? ഒരാളെ ക്രിസ്തുവിലേക്ക് വേരൂന്നുകയാണ് ചെയ്യുന്നത്. ശുശ്രൂഷ ഒരാളെ ക്രിസ്തുവിലേക്ക് വേരൂന്നുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് കൊലോസ്യ ലേഖനത്തിൽ അത് തന്നെയാണ് പൗലോസ് പറയുന്നത്. അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും. അപ്പോൾ വിശ്വാസത്താൽ ഇത് നമ്മൾ ക്രിസ്തുവിലേക്ക്, ഈ ചെടിച്ചട്ടിയിലേക്ക് വേരൂന്നപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിശ്വാസത്താൽ വേരൂന്നപ്പെടുന്നതിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പൗലോസ് പറയുന്നത്, അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും. ഇനി ഒരു കാര്യമുണ്ട്, നമ്മുടെ ഇടയിൽ സുവിശേഷത്തിലേക്ക് അതിന്റെ ജീവനിലേക്ക് പ്രാപിക്കാത്ത സഹോദരങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ഈ അപ്രമേയ ധനത്തിലേക്കുള്ള സുവിശേഷത്തിന്റെ കേൾവിയാൽ ക്ഷണം ഉണ്ട്. നമ്മളെ ക്രിസ്തുവിന്റെ സദൃശ്യത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന, ക്രിസ്തുവിന്റെ ജീവനിലേക്ക് മാറ്റാൻ കഴിയുന്ന ഈ അപ്രമേയ ധനം സുവിശേഷത്തിന്റെ കേൾവിയാൽ വിശ്വസിക്കുന്നവർക്ക് ലഭ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രോഗ്രസ് വളരെ വളരെ പതിയെയാണ് നടക്കുന്നത്. അത് പലപ്പോഴും ആൾക്കാര് ഇത് പെട്ടെന്നൊരു മാറ്റം നടക്കും എന്ന് പലപ്പോഴും വിചാരിക്കും. അങ്ങനെ ഒരു മാറ്റം ആയിരിക്കില്ല നടക്കുന്നത്. കാരണം വിശ്വാസത്താലുള്ള വളർച്ച, വിശ്വാസത്തിന്റെ ഓട്ടമാണ് ഒരു വിശ്വാസി ഓടുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും അവനെ തന്നെ ക്രിസ്തുവിലേക്ക് ഫോക്കസ് ചെയ്ത് ആ വളർച്ച അവനിൽ പതിയെയാണ് നടക്കുന്നത്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ 2:7 പറയുന്നത് നമ്മൾ വായിച്ചതുപോലെ അവസാനം പറയുന്നത് സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ, വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പാനാണ് പറയുന്നത്. ഈ സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പാൻ പറയുന്നത് എല്ലാത്തിനും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. എല്ലാ സാഹചര്യങ്ങളിലും നന്ദിയുള്ളവരായിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാവോ? നമ്മുടെ മനസ്സ് കലങ്ങിപ്പോവും. മനസ്സ് കലങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ ഓട്ടം ഓടുവാൻ നമുക്ക് ആർക്കും കഴിയത്തില്ല. എന്നെ ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത്. മനസ്സ് കലങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഓട്ടം ഓടുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തില് സങ്കീർത്തനത്തിനാന്ന് തോന്നുന്നു, വിഷണ്ണ മനസ്സിന് സ്തുതിയെന്ന മേലാട എന്നാണ് പറയുന്നത്. അതായത് ദൈവത്തെ സ്തുതിക്കുന്നത് വിഷണ്ണ മനസ്സിന് ഒരു അലങ്കാരമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വിഷണ്ണ മനസ്സിന് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? ഓടാൻ കഴിയത്തില്ല. ഇസ്രായേൽ ജനങ്ങൾക്ക് എന്താ സംഭവിച്ചു? അവർക്ക് ഈ ദൂരം കാരണം, മരുഭൂമിയിലെ ദൂരം കാരണം അവരുടെ മനസ്സ് കലങ്ങി, അവർ ദൈവത്തോടും മോശയോടും പിറുപിറുത്തു, അവർ പാപം ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പലപ്പോഴും വിശ്വാസത്തോട്ടം എന്റെ പൊന്നു ബ്രദർ നന്നാവുന്നില്ല, കുറെ നാളായിട്ട് ഓടുവാണ്, കർത്താവ് ഉള്ളിലുണ്ട്, ജീവൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു ശരിയാവുന്നില്ല, ഒന്നും ആകുന്നില്ല. അവിടെ എന്ത് ചെയ്യാണ്? നമ്മൾ മനസ്സ് കലങ്ങിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ നടത്തിപ്പിൽ നമ്മൾ എപ്പോഴും എന്തിരിക്കണം? നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ വളർച്ചയിൽ ദൈവം തരുന്ന നടത്തിപ്പിൽ, ദൈവം നമുക്ക് തരുന്ന ഓരോ വളർച്ചയിലും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം. നമ്മൾ പലപ്പോഴും നമ്മളിലേക്ക് നോക്കി അസംതൃപ്തരായി കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മളിലേക്ക് നോക്കി അസംതൃപ്തരാറുണ്ട്. നമ്മുടെ വളർച്ച ഒന്നും വളർന്നില്ലല്ലോ എന്ന് പറയാറുണ്ട്. പക്ഷെ അത് ശരി, ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കർത്താവിലേക്ക് നോക്കാൻ നല്ലതാണ്. പക്ഷെ തന്നതിനെ ഓർത്തും നമ്മൾ എന്ത് ചെയ്യിക്കണം? തൃപ്തരായിരിക്കണം. കർത്താവിനെ എത്രത്തോളം വളർത്തിയല്ലോ, എവിടെ ആയിരുന്നു ഞാൻ, എത്ര മോശമായിരുന്നു ഞാൻ, എത്ര പാപിയായിരുന്നു ഞാൻ, ഇപ്പോഴെവിടെ നിൽക്കുന്നു? ദൈവത്തിന്റെ കൃപ, അവന്റെ ധനം എത്ര വലുത്. ഇനിയും അവന്റെ കൃപ എനിക്ക് നൽകും, ഇനിയും അവന്റെ ജീവൻ എനിക്ക് നൽകും. എന്താണ് കാരണം? അവന്റെ വാഗ്ദത്തങ്ങളുണ്ട്. അവന്റെ വാഗ്ദത്തം എനിക്ക് ഉറപ്പായിരിക്കുന്നു, അവൻ എന്നെ നടത്തും. അപ്പോൾ അത് നമ്മളെ എന്ത് ചെയ്യത്തില്ല? ക്ഷീണിപ്പിക്കത്തില്ല. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും. അല്ലെങ്കിൽ എന്താ സംഭവിച്ചു പോകുന്നത്? ക്ഷീണിച്ചു പോയി കഴിഞ്ഞാൽ മനസ്സ് കലങ്ങും, പിന്നെ ഓടാൻ ബുദ്ധിമുട്ടാവും. ഇനി വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ, ഈ ഉപദേശം അല്ലാതെ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് അന്വേഷിക്കും. എല്ലാ പരിപാടിയും നമ്മൾ നോക്കും.
നമ്മൾ ദൈവത്തിന്റെ നടത്തിപ്പിൽ എന്തായിരിക്കണം? സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ദൈവം എന്നെ നടത്തും. ദൈവം അപ്പോൾ ഞാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു, മാറ്റമൊന്നുമില്ല, കർത്താവ് എന്നെ മാറ്റിയില്ല. വിശ്വസിക്കുക സഹോദര, കർത്താവ് അവന്റെ സമയത്ത് എല്ലാം ചെയ്യും. അതിനെല്ലാം അതിൻ്റെതായ സമയമുണ്ട്. കർത്താവ് വിടുവിക്കും. നമ്മുടെ വിശ്വാസം നമ്മൾ അവസാനത്തോളം മുറുകെ പിടിക്കുക. കർത്താവ് അവൻ നമ്മളെ രക്ഷിക്കും. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി, കർത്താവിന്റെ വാഗ്ദത്തമാണത്. കർത്താവിലേക്ക് നോക്കി രക്ഷയ്ക്കായി വിളിക്കുന്ന ഒരുത്തനെയും കർത്താവ് തെള്ളിക്കളയില്ല എന്നുള്ളത് കർത്താവിന്റെ വാഗ്ദത്തമാണ്. എന്നാൽ സ്വന്തം രക്തത്താൽ രക്ഷിക്കപ്പെടുത്തി അവന്റെ കൂട്ടായ്മയിൽ ആക്കി വെച്ചിരിക്കുന്ന നമ്മളെ എത്രയധികം അവൻ രക്ഷിക്കപ്പെടുത്തും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ വിശ്വാസത്തിൽ നമ്മൾ ഓടുമ്പോൾ നമ്മൾക്ക് അവനോട് നന്ദിയുള്ളവനായിരിക്കണം. എല്ലാ സാഹചര്യങ്ങളും എല്ലായ്പ്പോഴും. ദൈവമേ, നിന്റെ എല്ലാ നടത്തിപ്പിനായി നന്ദി. കൂട്ടായ്മ ചെറുതാണോ? സ്തോത്രം. ഇത്രയും എനിക്ക് ഇതുവരെ ഒന്നും കാണുന്നില്ല, മുന്നോട്ടൊന്നും കാണുന്നില്ല. കർത്താവെ നന്ദി, നീയാണ് നടത്തുന്നത്. നിന്റെ ജീവിതമാണ് എന്റെ ജീവിതം. ഞാൻ നിന്റെ ലൈഫിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു, അങ്ങയിലേക്ക് നോക്കുന്നു. അവിടെ നമ്മുടെ മനസ്സ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ആ നിലത്തെ എന്ത് ചെയ്യാണ്? ഈ നന്ദി കൊണ്ട് എന്ത് ചെയ്യാൻ? നനയ്ക്കുകയാണ് ചെയ്യുന്നത്. നനഞ്ഞ നിലത്തിലെ എന്തെങ്കിലുമൊക്കെ വളരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ വേരൂന്നാണ് പെടണമ്പോൾ ആ നിലം എന്തായിരിക്കണം? നമ്മളാകുന്ന നിലം, അല്ലെങ്കിൽ നമ്മളാകുന്ന ആ നമ്മുടെ ഹൃദയം എന്തായിരിക്കണം? നല്ല നിലങ്ങളായിരിക്കണം. നന്ദിയുള്ളവരായിരിക്കണം. നന്ദിയുള്ളവരായില്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡ്രൈനസിലായിരിക്കും. ഡ്രൈനസ് എന്ന് പറയുന്നില്ലയോ? എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന ദൈവത്തോട് നന്ദിയില്ലായ്മയാണ്. അതൊരു പ്രൈഡും കൂടെയാണ് ഒരു സൈഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ദൈവത്തിന്റെ നടത്തിപ്പിലുള്ള അസംതൃപ്തിയും കൂടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി വളർച്ചയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഏത് സസ്യവും വളരുന്നുവെങ്കിൽ അതിനകത്ത് ജീവൻ ഉണ്ടായിരിക്കും. ജീവൻ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? വളരും. വളരാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. അതിന് സ്വയമേ അത് വളരുന്നത് വളരെ പതിയായിരിക്കും. പക്ഷെ അതിന് എപ്പോഴും എല്ലാ ദിവസവും അതിന് വളരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ജീവനുള്ള എല്ലാത്തിൻ്റെ പ്രത്യേകത. നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റില്ലേ? കാര്യം എന്താ? നമുക്ക് ജീവൻ ഉണ്ടായതുകൊണ്ടാണ്. ജീവനില്ലായിരുന്ന അവിടെ ചത്ത പോലെ അവിടെ കിടന്നേനി. നമ്മുടെ ഉള്ളിൽ ജീവൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ എഴുന്നേറ്റു. ഇതുപോലെ ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും അവനിലേക്ക് നോക്കാനും, അവനിലേക്ക് നോക്കി എന്താ പറയുന്നത്, പൗലോസ് പറയുന്ന പോലെ അവനിലേക്ക് നോക്കി ഓടാനും പിടിക്കാനും ഉള്ളൊരു ടെൻഡൻസി എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ജീവൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ഓട്ടത്തിന് നമുക്ക് എപ്പോഴും ഒരു ഇത് കാണും. ഇനി ഇതില്ല എങ്കിൽ നമ്മൾ പലപ്പോഴും കർത്താവിന്റെ ആ ഒരു കൂട്ടായ്മയിലല്ല, നമ്മൾ എന്താ പറയുന്നത്, നിർജീവമായിരിക്കുകയാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഞാൻ വിശ്വസിക്കുന്നത്, വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് എല്ലാ ദിവസവും സ്ഥിരമായൊരു മാനസാന്തരം, അവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദന, ഒരു ഞെരുക്കം ഈ കർത്താവിന്റെ ലൈഫിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇനി അതിലേക്ക് തിരിച്ചു വരികയാണ്. ഈ വിശ്വാസത്താലുള്ള ഓട്ടത്തെ ഞാൻ ഊന്നുന്നതിനായിട്ട് പറഞ്ഞല്ലോ. ഈ വേരൂന്ന പരിപാടി ഉണ്ടല്ലോ, അതൊരു പോരാട്ടം തന്നെയാണ്. അതുകൊണ്ട് ഈ പൗലോസ് ഞാൻ പറയുന്നത് 2 തിമോത്തിക്ക് എഴുതിയ ലേഖനത്തില് അതിന്റെ 4-ാം അധ്യായം 7-ാമത്തെ വാക്യം, ഈ വേരുന്നത് വളരെ ചെറിയ പരിപാടിയൊന്നുമല്ല. ഞാൻ മരിച്ചു ക്രിസ്തു ജീവിക്കുന്നു ചുമ്മാ വാഗൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അത് നടക്കത്തൊന്നുമില്ല. ഞാൻ മരിച്ചു ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളത് ഒരു മേക്ക് ബിലീഫ് അല്ല. അതായത് ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളത് ചുമ്മാ ഞാൻ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുകയല്ല. ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളതാണ് എന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് നയിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ദൈവം ഇച്ഛിക്കുന്നു എന്നുള്ളതും തന്റെ പുത്രനെ പോലാക്കാൻ അവൻ എന്റെ മേൽ ഇച്ഛിക്കുന്നു എന്നുള്ളതും അവൻ അതിനുവേണ്ടി സകലവും വ്യാപരിച്ചിരിക്കുന്നു, അവൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതുമാണ് ഞാൻ പ്രവർത്തിക്കാൻ കാരണമായിരിക്കുന്നത്. ദൈവം ഇച്ഛിക്കാതിരിക്കുന്നുണ്ടോ? ഏതേലും നിമിഷം ഇന്നൊരു ദിവസം അർജുനെ പുത്രനെ പോലെ ആക്കണ്ട, ഇച്ചിരി ലേറ്റ് ആകട്ടെ, അങ്ങനെ വല്ലതും ഇരിക്കുന്നുണ്ടോ ദൈവം? ഇല്ല. എല്ലാ ദിവസവും തന്റെ മക്കളുടെ മേല് അവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിശ്വാസത്താലുള്ളൊരു ഓട്ടത്തെ പറ്റിയാണ് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ 2 തിമോത്തി അതിന്റെ 4:7 പറയുന്നത്. 2 തിമോത്തി 4:7 ഞാൻ നല്ല പോർ പൊരുതി, അല്ലെ, വിശ്വാസം കാത്തു. നല്ല പോർ പൊരുതി. എന്ത്? വിശ്വാസത്തിന്റെ പോരിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. തന്റെ അവിശ്വാസത്തെ എതിർത്ത് താൻ വിശ്വാസത്താൽ ക്രിസ്തുവിലേക്ക് പോരാടി ഓടിയതിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. അപ്പൊ എല്ലാ വിശ്വാസിക്കും ഈ വേര് ഊന്നാനുള്ള, ഈ വേര് എങ്ങനെയോട്ട് ഊന്നണം? ഡീപ്പിലേക്ക് പോകണം, എന്നാലേ നല്ല രീതിയിൽ വളരത്തുള്ളൂ. ചെടി വളരും തോറും വേര് താഴോട്ട് ഇറങ്ങിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വളർച്ച ഉണ്ടാകത്തില്ല. മേളിൽ തന്നെ ആദ്യത്തെ ലെയറിൽ തന്നെ നിൽക്കുന്നതെങ്കിൽ വളർച്ച ഉണ്ടാകത്തില്ല. അപ്പൊ ചെടി എന്ത് ചെയ്യണം? ഡീപ്പിലേക്ക് ഇറങ്ങണം. വിശ്വാസത്താൽ അവന്റെ ധനത്തിൽ അവനിൽ ഗുപ്തമായിരിക്കുന്ന, ഡീപ്പായിരിക്കുന്ന ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ നമുക്ക് ആക്സസ് ഉണ്ട്. ബൈ ഫെയ്ത്തിനാൽ നമുക്ക് ആക്സസ് ഉണ്ട്. ക്രിസ്തുവിന്റെ ധനത്തിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ട്. ആ ആക്സസ് നമ്മൾ വിനിയോഗിക്കുകയാണ് ഓരോ ദിവസവും. അപ്പോൾ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പം വേരൊക്കെ ഉണ്ടാവും, കല്ല് കാണും, പാറ കാണും, നമ്മൾ ഓടാൻ തടസ്സമായിരിക്കുന്ന പല കാര്യങ്ങളും കാണും. ദൈവശക്തിയാൽ ഇതിനെല്ലാം മറികടന്ന് നമ്മുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, അല്ലെ, കോട്ടകളെ തകർപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഇപ്പൊ നമ്മൾ ചെറിയ ആൾക്കാരാണോ? ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങളുള്ള ആൾക്കാരെ ദൈവം നമുക്ക് ആത്മീയമായ ആയുധങ്ങൾ തന്നിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് കർത്താവ് നമ്മളോട് ഓടാൻ പറയുന്നു. എന്തുകൊണ്ടാണ്? കർത്താവ് നമ്മളോട് കൂടെ ഓടുന്നത് കൊണ്ടാണ്, അവൻ നമ്മളോട് വ്യാപരിക്കുന്നതുകൊണ്ടാണ്, അവന്റെ ശക്തിയാൽ നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വിശ്വാസത്തിന്റെ ഓട്ടം പൗലോസ് ഓടിയതിനെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് പിന്നിലുള്ളത് മറന്നത് മുന്നിലുള്ളത് ഓടുവാൻ, അല്ലെ, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടെറിഞ്ഞ്
ക്രിസ്തുവേശുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു എന്ന് പൗലോസ് പറയുന്നത് മുറുകെ പറ്റുന്ന പാപം, സകല ജഡത്തിന്റെ പാപം, അതായത് തന്നെ ഒട്ടിപ്പിടിക്കുന്ന ജഡീക പാപങ്ങൾ, തന്നെ പിന്നെയും പിന്നെയും പാപത്തിലേക്ക് വലിച്ചഴയ്ക്കുന്ന പാപങ്ങൾ, തന്നെ ഒരിക്കലും എഴുന്നേൽപ്പിക്കത്തില്ല എന്ന് പറയുന്ന പാപ സ്വഭാവങ്ങൾ, ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു? മറന്നു കളയുന്നു. മുന്നിൽ ദൈവം വെച്ചിരിക്കുന്ന പരമ വെളിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട്. ഇതൊരു ട്രസ്റ്റാണ്. അത് പ്രോഗ്രസിനനുസരിച്ചല്ലേ ട്രസ്റ്റ് വരുന്നത്. ട്രസ്റ്റ് എപ്പോഴും ഉണ്ട്. അത് ദൈവത്തിന്റെ ശക്തിയിലുള്ള വിശ്വാസമാണ്. അതാണ് ഒരു വിശ്വാസിയെ മുന്നോട്ട് ഓടിപ്പിക്കുന്നത്. ഇത് എല്ലാ നാളിലും ഈ വിശ്വാസിക്ക് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എവിടാണ്? ഈ ലോകമെന്ന മരുഭൂമിയിൽ ഈ ക്രിസ്തുവെന്ന ചെടിച്ചട്ടിയിലാണ് ഇരിക്കുന്നത്. ലോകത്തിന്റെ പ്രത്യേകത ഒരു മരുഭൂമിയാണ്. നമ്മളെ വളർത്താനൊന്നും കഴിയത്തില്ല അതിന്. ഈ ചെടിച്ചട്ടിയിൽ മാത്രമുള്ള ജീവൻ. ഈ ജീവൻ നമ്മൾ ഓരോ ദിവസവും കർത്താവിലുള്ള വിശ്വാസത്താൽ അന്വേഷിക്കുകയും പ്രാപിക്കുകയും ചെയ്യുന്നതായിട്ട് ഉണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നു, അതിന്റെ 63-ന്റെ 1-ാമത്തെ വാക്യം, ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദാഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ദാവീദ് ദൈവത്തിലേക്ക് ആശ്രയിക്കുന്നതിനെ പറ്റിയാണ് കാണാൻ കഴിയുന്നത്. പലപ്പോഴും ഞാൻ ഈ ദാവീദിന്റെ സങ്കീർത്തനം വായിക്കുമ്പോൾ ദാവീദ് പലപ്പോഴും തന്റെ ഡ്രൈനസിൽ ദൈവത്തിലേക്ക് തന്നെ സ്ട്രെച്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. പൗലോസ് തന്നെ പിടിച്ച് ദൈവത്തിലേക്ക് വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനൊരു ഓട്ടം വിശ്വാസിക്കുണ്ട്. ഒരു വിശ്വാസിക്ക് അങ്ങനൊരു ഓട്ടമുണ്ട്. കർത്താവിലേക്കും തന്നെ ചേർത്ത് പിടിക്കുന്ന, കർത്താവിന്റെ പ്രോമിസസിലേക്കും കർത്താവിലേക്കും ആശ്രയിക്കുന്ന ഒരു ആശ്രയം തീർച്ചയായിട്ടും ദൈവമാണ് നമ്മളിൽ പ്രവൃത്തി ചെയ്ത് തികയ്ക്കുന്നത്. ദൈവം പ്രവർത്തിക്കുന്നു എന്തുകൊണ്ടും ദൈവം എന്നോട് മകനെ അടുത്ത് വരിക എന്ന് പറഞ്ഞതുകൊണ്ടും ആണ് ഞാൻ അടുത്ത് ചെല്ലുന്നതും കർത്താവിലേക്ക് ആശ്രയിക്കുന്നതും. അപ്പോൾ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, പത്രോസ് കർത്താവിനെ നോക്കി പറഞ്ഞു, നീ ആകുന്നുവെങ്കിൽ ഞാൻ ഈ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന് നിന്റെ അടുക്കൽ വരാൻ കൽപ്പിക്കാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു വരാൻ പറഞ്ഞു. പത്രോസ് എന്ത് ചെയ്തു? അവിടെ തന്നെ നിന്നോ. കർത്താവിലുള്ള ശക്തിയിൽ പത്രോസിന് അറിയാമായിരുന്നു. കർത്താവ് വിചാരിച്ച ഈ കടലിന്റെ മുകളിൽ കൂടെ തന്നെ നടത്താൻ കഴിയുമെന്ന് പത്രോസിന് അറിയാമായിരുന്നു. പത്രോസ് എന്ത് ചെയ്തു? കർത്താവിനെ മാത്രം നോക്കി എടുത്തു വെച്ചു. പത്രോസ് പിന്നെ വീഴുന്നതാണ്, അങ്ങോട്ട് നോക്കിയടാ, കർത്താവിനെ നോക്കിയില്ല. ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയ തിരമാലയും വെള്ളത്തിന്റെ തിരമാലയും കാറ്റിനെയും കണ്ടും നോക്കി ആണ് വീണത്. നമ്മൾ ക്രിസ്തുവിനെ നോക്കിയാണ് എന്ത് ചെയ്യുന്നത്? ഈ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഓരോ ദിവസവും കർത്താവിലേക്ക് നോക്കി സ്റ്റെപ്പുകൾ എടുത്തു വെക്കേണ്ട ആവശ്യം ഒരു വിശ്വാസിക്ക് അവന്റെ ധനത്തിലേക്കും അവന്റെ ഡീപ്പായിട്ട് കിടക്കുന്ന മറഞ്ഞു കിടക്കുന്ന അവന്റെ ശക്തിയിലേക്കും വേരൂന്നപ്പെടേണ്ട ആവശ്യം ഒരു വിശ്വാസിക്ക് ഏത് നിമിഷമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പലപ്പോഴും ഈ ധനത്തെ പറ്റിയൊക്കെ പ്രസംഗിക്കുന്നു നമുക്ക് അനുഭവിക്കാൻ? ഇപ്പൊ ഞാൻ നിങ്ങളോട് ഈ ധനത്തെ പറ്റിയൊക്കെ പറഞ്ഞു, ഭയങ്കര പവറായിട്ടൊക്കെ പറഞ്ഞു. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ ഈ ധനത്തെ പറ്റി ഒരു ഉണ്ടോ എന്നുള്ള ഒരു ഉറപ്പ് ഉള്ള തലത്തിൽ നമുക്ക് പോകാൻ കഴിയുന്നില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ തന്നെ അഡ്രസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഈ ധനത്തെ പറ്റി കേൾവിയുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ലിറ്ററലി നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതല്ല പറയുന്നത്, അനുഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ അറിയാൻ കഴിയുന്നില്ല. ക്രിസ്തുവിന്റെ അപ്രമേയ ധനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൊള്ളാം, പക്ഷേ നമ്മൾ കാണുന്നില്ല, നമ്മൾ അനുഭവിക്കുന്നില്ല. ഈ ക്രിസ്തീയ ഓട്ടത്തില്, വിശ്വാസത്തിന്റെ ഓട്ടത്തില് നമ്മളിങ്ങനെ കണ്ണടച്ചിട്ടല്ല ഓടുന്നത്. ക്രിസ്തുവിന്റെ ശക്തിയെയും അവന്റെ ബലത്തെയും അവന്റെ ജ്ഞാനത്തെയും കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ആണ് ഓടുന്നത്. അപ്പോൾ ഈ കാഴ്ചയെ പലപ്പോഴും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. പൗലോസിന് പക്ഷെ നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് 2 തിമോത്തിക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 12-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. അവൻ എന്റെ ഉപനിധി, അവൻ എന്റെ ട്രഷർ, അവൻ എന്റെ ഫ്യൂവൽ, അവൻ എന്റെ ശക്തി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ. അപ്പൊ പൗലോസ് ഓടുന്ന ഓട്ടത്തിന്റെ ആ ഒരു ധൈര്യം എന്താണ്? താൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് താൻ അറിയുന്നു. അവന്റെ അപ്രമേയ ധനത്തെ പറ്റിയും ശക്തിയെ പറ്റിയാണ് പൗലോസ് പ്രസംഗിച്ചിരിക്കുന്ന മുഴുവൻ ഉപദേശങ്ങളിൽ. അതുകൊണ്ട് പൗലോസിന് ഇത് അറിയാം. എന്നിട്ട് പൗലോസ് അത് അറിയുന്നതിനെ പറ്റി ആ പ്രോസസ്സ് നിർത്തിയോ? ഇല്ല. ഫിലിപ്പിയ ലേഖനത്തിൽ താൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പൗലോസ് പറയാണ് ഇനിയും അവന്റെ ശക്തി അറിയാനും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയുവാൻ ഇപ്പോൾ ഇനിയും അറിയേണ്ടതിന് എന്നാണ് പറയുന്നത്. അപ്പോൾ പൗലോസിന് ദൈവത്തിന്റെ ശക്തിയെ പറ്റിയും ക്രിസ്തുവിലൂടെ നൽകപ്പെട്ട ഈ ശക്തിയെ പറ്റിയും ധനത്തെ പറ്റിയും നല്ല ബോധ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും നമുക്ക് വചനത്തിലൂടെ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും നമുക്കിത് കാണാൻ കഴിയുന്നില്ല, നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, നമ്മൾ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. നമ്മൾ ക്രിസ്തുവിലാകുന്ന നേരം നമ്മൾ ചുമ്മാ അങ്ങ് വിശ്വസിച്ചാണോ? അല്ല, നമ്മൾ ഫസ്റ്റിലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് ഒരു ഫസ്റ്റ് നോയിങ് എക്സ്പീരിയൻസ് തന്നു. അതായത് ദൈവത്തിന്റെ ആത്മാവ് ക്രിസ്തു എന്തെന്ന് നമ്മുടെ ഹൃദയ കണ്ണുകളിലൂടെ നമുക്ക് കാണിച്ചു തന്നു. കർത്താവ് എന്താണ് ചെയ്തു വെച്ചത്, കർത്താവ് എന്താണ് ചെയ്തിരിക്കുന്നത്, എന്താണ് കർത്താവിന്റെ മനോഹരത്വം എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ആ ഫെയ്ത്ത് വരുന്നത്.
ഇതുപോലെ തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഓരോ ദിവസവും ഈ ഫെയ്ത്തിനാലുള്ള വളർച്ച വരണമെങ്കിൽ ക്രിസ്തുവിന്റെ ധനം എന്തെന്നും അവന്റെ ലൈഫ് എന്തെന്നും ഉള്ള ആത്മീയമായ കാഴ്ച ഓരോ ദിവസവും ഞാൻ അവനാൽ കണ്ടെങ്കിലേ എനിക്കിത് പിടിക്കും. പൗലോസിന് ഇത് തന്നെ വെറുതെ ഇരുത്താത്ത കാഴ്ച താൻ ഓരോ ദിവസവും കാണുന്നുണ്ടായിരുന്നു ക്രിസ്തുവിൽ. തന്നെ ഓരോ ദിവസവും അധ്വാനിപ്പിക്കുന്നത്, രാപകൽ അധ്വാനിപ്പിക്കുന്നത് ഈ കാഴ്ചയാണ്. അല്ലാതെ ഒരു മനുഷ്യൻ ചുമ്മാതെ അങ്ങ് കിടന്ന് അധ്വാനിക്കണോ? തന്നെ ഉറക്കമില്ലാതിരുത്തിയതും തന്നെ ഓടിപ്പിച്ചതും എല്ലാം ക്രിസ്തുവിലുള്ള ഈ അപ്രമേയ ധനത്തെ പറ്റിയുള്ള കാഴ്ചയായിരുന്നു. അതുകൊണ്ടാണ് സ്വർഗരാജ്യം കണ്ടെത്തുന്നവൻ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് എങ്ങനെയും ഇത് നേടേണ്ടത്. ഈ ഒരു കാഴ്ച, ഒരു ഇന്നർ ആന്തരികമായ ഉൾക്കാഴ്ച, വെളിപ്പാട് നമ്മൾ കേൾവിയാലല്ല ആന്തരികമായി സംഭവിക്കണം. ഇത് സംഭവിക്കുന്നത് ദൈവത്തിന്റെ കരുണയാലാണ് നമ്മളിൽ അത് സംഭവിക്കുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത് എന്താണ്? ക്രിസ്തുവിൽ വേരൂന്നണം എന്നുള്ളതാണ് ക്രിസ്തീയ ആത്മീയ വളർച്ചയുടെ പ്രധാനപ്പെട്ട കാര്യം. 2, ക്രിസ്തുവിൽ നമ്മൾ വേരൂന്നത് എങ്ങനെയാണ്? വിശ്വാസത്താൽ ഒരു ഓട്ടമാണ് ഈ വേരൂന്നൽ. എല്ലാ നാളും നമുക്ക് ഈ ഒരു ഓട്ടം, എല്ലാ സെക്കൻഡുകളിലും വിശ്വാസത്താൽ അവനിലേക്ക് വേരൂന്ന ഒരു ഓട്ടം നമുക്കുണ്ട്. 3, ഈ വിശ്വാസത്താലുള്ള വേരൂന്നൽ, അവന്റെ അപ്രമേയ ധനത്തിലേക്ക് വേരൂന്നൽ നമുക്ക് എങ്ങനെ വരുന്നു? അവന്റെ അപ്രമേയ ധനത്തിലുള്ള അറിവിൽ നിന്നാണ് നമുക്ക് ഇത് വരുന്നത്. അത് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് വേരൂന്നൽ ഓടുവാൻ, വിശ്വാസത്തിൽ ഓടുവാൻ കഴിയാത്തത്. 2:6 എന്താണ് പറയുന്നത്? ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന്. എന്തിന് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു പറയുന്നത്? ഇത് കാണിക്കേണ്ടതിന്. ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ, കൃപയാലുള്ള അപ്രമേയ ധനത്തെ കാണിക്കേണ്ടതിന് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നു പറയുന്നത്. അപ്പോൾ ദൈവം നമ്മളെ ഇത് കാണിക്കുവാനും ഈ ധനത്തിന്റെ ശ്രേഷ്ഠത കാണിക്കുവാനും നമ്മളെ ആഗ്രഹിക്കുന്നു, നമ്മളെ അതിനുവേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് നമ്മളിവിടെ കാണുന്നത്. എന്നിട്ട് ഇനി നമ്മൾ ആ 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? അവന്റെ മഹത്വത്താലും വീര്യത്താലും നാം മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മളെ വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും വരാനുള്ള ധനവും എല്ലാ ശക്തിയും കൃപയും ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ടിരിക്കുന്നുവെന്നും ഇതിനാൽ നമ്മൾ ലോകത്തിന്റെ നാശം വിട്ടൊഴിഞ്ഞിട്ട് വിശ്വാസത്താൽ ക്രിസ്തുയേശുവിൽ വേരൂന്നി ഇതിനെ നോക്കി ഓടുന്നു എന്നും ആണ് പത്രോസ് പറയുന്നത്. അപ്പോൾ ഈ ഓട്ടത്തിൽ നമ്മൾ ഈ കാഴ്ചകളെല്ലാം കാണേണ്ടതായിട്ടുമുണ്ട്. ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ഈ ധനത്തെ പറ്റി അറിയേണ്ടതായിട്ടും ശക്തിയെ പറ്റി അറിയേണ്ടതായിട്ടും വെളിപ്പാടായി അറിയേണ്ടതായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് പൗലോസ് 3-ാം അധ്യായത്തിൽ, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ 10-ാമത്തെ വാക്യത്തിൽ അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉള്ള പുനരുദ്ധാനത്തെ പ്രാപിക്കണമെന്നും. ഈ ക്രിസ്തുവിനെ അറിയുന്നത് ആയിരുന്നു പൗലോസിന്റെ ജീവൻ തന്നെ. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത് അവനെ അറിയുന്നത് എന്തായിരിക്കും എന്നാ പറയുന്നത്? നിത്യജീവനായിരിക്കും എന്നാ പറയുന്നത്. നമുക്ക് കഴിയുന്നില്ലെങ്കിൽ വിശ്വസിക്കാനും കഴിയത്തില്ല, ജീവൻ അനുഭവിക്കാനും കഴിയത്തില്ല. കർത്താവിനെ അറിയുന്നത് അവന്റെ ആത്മാവിനാലാണ് നമ്മൾ അറിയുന്നത്. ഓരോ ദിവസവും അവന്റെ ആത്മാവിനാൽ അവന്റെ ആത്മാവിലേക്ക് നമ്മളെ തന്നെ സോബറാക്കി കർത്താവിന്റെ ആത്മാവിലേക്ക് നമ്മളെ തന്നെ വേരൂന്നപ്പെടേണ്ടതായിട്ട്, വിശ്വാസത്താൽ ക്രിസ്തുവിലേക്ക് വേരൂന്നപ്പെടേണ്ടതായിട്ട് ഉണ്ട്. ഇനി ഈ അറിവ്, ഞാൻ ഇതൊക്കെ പറയുന്നെങ്കിലും ക്രിസ്തുവിനെ പറ്റി വെളിപ്പെടുത്തുവാൻ അല്ലെങ്കിൽ വെളിപ്പെട്ട് കിട്ടുവാൻ നമുക്ക് അന്വേഷിക്കാൻ കഴിയും. വെളിപ്പെടുത്തുവാൻ ആർക്കേ കഴിയത്തുള്ളൂ? അത് നമുക്കൊരു കാഴ്ചയായി തരുവാൻ ആർക്കേ കഴിയത്തുള്ളൂ? ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പക്ഷെ നമ്മൾ ദൈവത്തോട് അടുത്ത് വരുവിൻ, അത് നമ്മളോട് അടുത്ത് വരും. കർത്താവ് അത് വെളിപ്പെടുത്തും. പക്ഷെ ഇതിന് എഫേസ്യ ലേഖനത്തില് പൗലോസ് ഒരു പ്രാർത്ഥനയായിട്ടാണ് ഇതിനെ പറയുന്നത്. എഫേസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം 17 വാക്യത്തില് നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് വിശുദ്ധന്മാരിൽ അവന്റെ മഹിമാധനം, അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അറിയേണ്ടതിന്. മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന തുടങ്ങുമ്പോൾ എന്താ പറയുന്നത്? നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച്, അല്ലെ, ഹൃദയദൃഷ്ടി, കാഴ്ച പ്രകാശിപ്പിച്ച് ഇതൊക്കെ കാണേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ കാഴ്ചയാണ് ഇവിടെ അറിവായിട്ട് പറയുന്നത്. ഈ കാഴ്ചയും അറിവുമാണ് ഒരു വിശ്വാസിയെ ക്രിസ്തുവിന് വേണ്ടി ഓടുവാൻ,
വിശ്വാസത്താൽ ഓടുവാൻ പ്രേരിപ്പിക്കുന്നത്. ക്രിസ്തുവിൽ ഈ ധനങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ വാക്കുകൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ. നമ്മൾ ക്രിസ്തു യേശുവിൽ ദൈവം നമുക്ക് ഇത് വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും കർത്താവെ ഇത് അങ്ങ് എനിക്ക് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഈ ധനത്തെ പറ്റി കർത്താവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രാർത്ഥന പോലും നമ്മുടെ വിശ്വാസത്താലുള്ള ഒരു ഓട്ടത്തിന്റെ ഒരു ഭാഗമാണ്. വിശ്വാസമില്ലെങ്കിൽ പ്രാർത്ഥനയും കാണാതില്ല. അപ്പോൾ ഈ വിശ്വാസത്താൽ ഓരോ ദിവസവും ക്രിസ്തുവിലേക്ക് നോക്കുന്നതിന്റെ ഒരു ഭാഗം കൂടെയാണ്, വേരുന്നതിന്റെ ഒരു ഭാഗം കൂടെയാണ് ഈ പ്രാർത്ഥനയും. അപ്പോൾ ഈ ഒരു 3 ഭാഗങ്ങളായിട്ടാണ് നമുക്ക് ക്രിസ്തുവിലുള്ള ആത്മീയ വളർച്ചയെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, കർത്താവിൽ വേരൂന്നപ്പെടണം എന്നുള്ളതാണ്. വേരൂന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രയമാണ്, ക്രിസ്തുവിലുള്ള ആശ്രയമാണ്, തൻ്റെ ആത്മാവിലുള്ള നമ്മുടെ ആശ്രയമാണ്. കർത്താവ് തൻ്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ ജീവനായി ഇരിക്കുന്നു. അവനിലുള്ള ആശ്രയമാണ് വേരൂന്നൽ. 2, ഈ വേരൂന്നൽ എങ്ങനെ നടക്കുന്നത്? ക്രിസ്തുവുള്ള വിശ്വാസത്താലാണ് നടക്കുന്നത്. ഈ വിശ്വാസത്താലുള്ള ഒരു പോരാട്ടം എല്ലാ ദിവസവും എന്നെ തന്നെ ക്രിസ്തുവിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുണ്ട്. എനിക്ക് ധൈര്യമായി ക്രിസ്തുവിന്റെ സ്നേഹം. ഇനി പലപ്പോഴും പല ആൾക്കാരും പറയും, കർത്താവ് സ്നേഹം തരാതെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ? ആദ്യമൊക്കെ ഞാനും ഇങ്ങനെ വിചാരിച്ചിരുന്നു, കർത്താവ് നമ്മൾ സ്നേഹം തന്നിട്ടില്ലേ? ഞാൻ പറയാം, ക്രിസ്തു യേശുവിൽ അവന്റെ സ്നേഹത്തിന്റെ എല്ലാ നിറവും നമ്മളുള്ള, പക്ഷെ എന്റെ നിറവ് നമ്മൾ അനുഭവിക്കുന്നില്ല. ഇവിടാണ് നീതിയുടെ അഭ്യാസം എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത്. എന്താണ് പുതിയ നിയമത്തിൽ നീതി? ക്രിസ്തുവിന്റെ സ്നേഹം തന്നെയാണ് നീതി. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്, നീതിയിൽ പ്രാക്ടീസ് ചെയ്യാത്തവരാരും ദൈവത്തിന്റെ മക്കളല്ല എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറയുന്നത്. നീതിയിൽ അഭ്യസിക്കാത്തവരൊന്നും ദൈവത്തിന്റെ മക്കളല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ധനമെല്ലാം ദൈവം തന്നിട്ടും അവൻ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യ ചെയ്യുന്ന ദുഷ്ട യജമാനെന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്ന പലരെയാണ് നമ്മൾ ഇന്ന് കാണാൻ കഴിയുന്നത്. നമ്മൾ അധ്വാനിക്കാൻ കർത്താവിലുള്ള വിശ്വാസത്താൽ നമുക്ക് അധ്വാനിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? നമുക്ക് ഈ ധനത്തെ പറ്റി വലിയ ബോധ്യമൊന്നുമില്ല. നമ്മൾ മടിയന്മാരായി വെറുതെ ഇരിക്കുകയാണ്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ശ്രേഷ്ഠമായ ധനം നമ്മളെ അവന്റെ പക്വതയോളം വളർത്തുവാൻ കഴിവുള്ള ശക്തിയാണ്, കൃപയാണ് ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകപ്പെട്ടത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ക്രിസ്തു യേശുവിന്റെ ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് പൗലോസ് അറിയുന്നു എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന്റെ സ്നേഹം എന്ന് എന്താണ് സ്നേഹം? കർത്താവിന്റെ സ്നേഹം അവന്റെ ജീവൻ തന്നെയാണ്. അവൻ ദൈവത്തിന് നൽകപ്പെട്ട ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ അത് നൽകപ്പെട്ടിരിക്കുന്നു. ഈ ധനത്തെ നമ്മൾ വിശ്വാസത്താൽ ഓരോ ദിവസവും വേരൂന്നുകയാണ്. ഈ വേരോട്ടം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ വേരൂന്നി നമ്മൾ ക്രിസ്തു യേശുവിൽ ഈ വേരോട്ടം ഓരോ ദിവസവും നമ്മൾ ഓടുന്നുണ്ട്. ഈ ഓട്ടത്തിൽ നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാൻ കാരണം നമുക്ക് ഈ ധനത്തെ പറ്റി അറിയാത്തത് കൊണ്ടാണ്. ഇത് ദൈവം നമുക്ക് എന്ത് ചെയ്യണം? വെളിപ്പെടുത്തി തരേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന്റെ ധനത്തെ പറ്റിയും ദൈവത്തിന്റെ ജ്ഞാനത്തെ പറ്റിയും കൃപയെ പറ്റിയും നമുക്ക് ഓരോ ദിവസവും ഒരു നോയിങ് എക്സ്പീരിയൻസ് ദൈവത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് ദൈവം എന്താണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു കാഴ്ച ആന്തരികമായി ദൈവം നമുക്ക് തരേണ്ടതായിട്ടുണ്ട്. അതിനായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സമയങ്ങൾ കർത്താവിൽ ഈ ദൃഷ്ടിയെ കാണുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മൾ ദൈവത്തിനോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ദൈവം കരുണാവാനായ ദൈവമാണ്. പലപ്പോഴും വിശ്വാസത്താൽ ഓടാൻ വേണ്ടിയ വിശ്വാസത്താൽ ഒരു ഓട്ടം എല്ലാ വിശ്വാസിക്കും ദൈവം വെച്ചിട്ടുണ്ട്. അതിനൊരു റിവാർഡുണ്ട് സ്വർഗത്തില്. കർത്താവ് നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ ഓട്ടങ്ങളാണ് ദൈവം വെച്ചിരിക്കുന്നത്. അതിനെല്ലാം ദൈവം ഒരു റിവാർഡും വെച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ഓട്ടവും പൗലോസ് ഓടിയതുപോലെ, നല്ല പോർ പൊരുത്തിയതുപോലെ ദൈവം നമുക്ക് വേണ്ടിയും ഒരു ഓട്ടം വിശ്വാസത്താൽ ഓടാൻ വെച്ചിരിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം കരുണ കാണിക്കുന്നതിനൊത്തോണം നമുക്ക് അതിന് ഓടുവാൻ കഴിയും. ദൈവത്തിന്റെ കരുണയ്ക്കായി എല്ലാ ദിവസവും അവന്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയും. അവന്റെ ഓരോ ദിവസവും അവന്റെ കരുണ പുതുക്കമുള്ളത് എന്ന് ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇച്ഛിക്കുന്നതിനാലും ഓടുന്നതിനാലും അല്ല, കരുണ ചെയ്യുന്ന ദൈവത്താൽ സകലവും സാധ്യമാകുമെന്ന് വചനം പറയുന്നു. അവന്റെ കരുണ ഓരോ ദിവസവും നമുക്ക് അവൈലബിൾ ആണ്. അവന്റെ കരുണയ്ക്കായി നമുക്ക് യാചിക്കാം, പ്രാർത്ഥിക്കാം, അപേക്ഷിക്കാം. അതുകൊണ്ട് പ്രാർത്ഥനയും പേഴ്സണൽ പ്രയർ, ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ വ്യക്തിപരമായാണോ ദൈവത്തെ അറിയുന്നത്, അതോ ഉപദേശത്തിന്റെ ഗ്ലാസ്സിലൂടെയാണോ അറിയുന്നത്, അതോ എവിടെയൊക്കെ ക്രൗഡിന്റെ ഇടയിലൂടെയാണോ അറിയുന്നത്, പ്രാർത്ഥനാ കൂട്ടായ്മയിലാണോ നമ്മൾ ദൈവത്തെ അറിയുന്നത്, അതോ വ്യക്തിപരമായി ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, അവന്റെ ജീവനും അവന്റെ ധനവും അവന്റെ കൃപയും ഞാൻ വ്യക്തിപരമായി അറിയുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ വിശ്വാസത്താൽ അവന്റെ കൂട്ടായ്മയിൽ കൂടുതൽ അടുക്കുവാനും ആത്മീയമായി വർദ്ധിച്ചു വരുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.